ചികിത്സ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് കേരളത്തിലെത്തിയ നമ്മുടെ കപ്പിത്താൻ കണ്ടത് ആടി ഉലയുന്ന കപ്പലാണ് രാജഗോപാൽ സാർ. ഉടൻ തന്നെ പിടിച്ചു കെട്ടി ആ കപ്പലിനെ വലിയൊരു അപകടത്തിൽ നിന്നും വലിയ വലിയ വിവാദങ്ങളിലേക്ക് പോയേക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. മന്ത്രി ചിഞ്ചുറാണി, വീണ ജോർജ്, ആർ ബിന്ദു എന്നിങ്ങനെ ഒരു നീണ്ട നിര, ഒപ്പം പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ആടി ഉലഞ്ഞു പോയേക്കാവുന്ന ആ കപ്പലിനെ എങ്ങനെയാണ് സാർ ചുരുങ്ങിയ സമയം കൊണ്ട് അതിവിദഗ്ധമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം കപ്പിത്താൻ പിടിച്ചു കെട്ടിയത്? ശരിയാണ്, നിധു പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ കപ്പിത്താൻ തന്നെയാണ്. ഇതിന്റെ നിയന്ത്രണം ആടിയുലയുകയായി പോയിരുന്നു. രാഷ്ട്രീയ കോളിളക്കങ്ങളിൽപ്പെട്ട് ശരിക്കും ആടിയുലയുകയായിരുന്നു ഈ കപ്പല്. ആരുമില്ലായിരുന്നു, ഒരു സഹായത്തിന് ആരുമില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമാണ് ഈ കപ്പലിനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നിയന്ത്രിച്ച് നിർത്താനായത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, CPM-ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, അവർക്ക് ഭരണഘടനാപരമായ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അതിന് രാഷ്ട്രീയ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്, പാർട്ടി സെക്രട്ടറി ഉണ്ട്, അതിന് മുകളിലാണെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരെയുണ്ട്. അത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പോളിറ്റ് ബ്യൂറോയും ഉണ്ട്. പക്ഷെ ഇവരൊന്നും കഴിഞ്ഞ 10 ദിവസമായിട്ട് കേരളത്തെ നമ്മൾ എടുത്തു പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കേരളത്തില് മാത്രമാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്. CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണമുള്ള ഏക സംസ്ഥാനം, പ്രത്യേകിച്ച് CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഏക മുഖ്യമന്ത്രി ഇത്രയും വിഷമാവസ്ഥയിലായിട്ടും ആരും രക്ഷിക്കാനില്ല. അഖിലേന്ത്യാ നേതൃത്വത്തിന് കഴിയുന്നില്ല, സംസ്ഥാന നേതൃത്വത്തിനും കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് അദ്ദേഹം ചികിത്സാർത്ഥം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചികിത്സാർത്ഥം 10 ദിവസം വിദേശത്തുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തിരിച്ചെത്തി. 10 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ കടമെടുത്ത് പറയുകയാണ്, സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക്, അമേരിക്കയിലും തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം കണ്ട സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്. എല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ള സൂചനയിലാണ് അദ്ദേഹം തിരിച്ച് കേരളത്തിലെത്തുന്നത്. സർവകലാശാല, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരള സർവകലാശാലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അസ്വസ്ഥതകൾ നമ്മൾ കണ്ടിരുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. സർവകലാശാലയിൽ ഒരു ജോലി നടക്കുന്നില്ല. വൈസ് ചാൻസലർക്ക് അങ്ങോട്ട് ചെല്ലാൻ തന്നെ സാധിക്കുന്നില്ല. രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ സിൻഡിക്കേറ്റ് പറഞ്ഞ് ഞങ്ങളാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ സർവകലാശാലയിൽ കയറാൻ അനുവദിക്കുന്നുണ്ട്. അദ്ദേഹം ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിക്കുന്നുണ്ട് അവിടെ എന്നുള്ളതല്ലാതെ. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട VC-ക്ക് കടക്കാൻ പറ്റുന്നില്ല. VC-ക്ക് സർവകലാശാലയിൽ വരാൻ പറ്റുന്നില്ല. VC-യുടെ നോമിനേഷനിൽ കൂടെ ഗവർണറെ രാജ്ഭവനിലേക്കും സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനങ്ങളായിരുന്നു. അവിടത്തേക്കും സമരം കൊണ്ടുപോകുകയായിരുന്നു SFI സ്റ്റുഡൻസ് കുട്ടികൾ. അപ്പൊ അത്തരത്തില് കേരള സർവകലാശാലയിൽ 1-2 ദിവസങ്ങളൊക്കെ കാര്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങളൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. 100 ആയിരക്കണക്കിന് ഫയലുകൾ നീങ്ങുന്ന സർവകലാശാലയാണ് അത്. എത്രയോ കുട്ടികളുടെ ഉപരിപഠനം, മറ്റ് തുടർ വിദ്യാഭ്യാസം, സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റേഷൻ എന്ന് വേണ്ട മൈഗ്രേഷൻ, അങ്ങനെ വേണ്ട ഒരുപാട് ജോലികൾ നിലവിൽ ഒരു സർവകലാശാല സംവിധാനമാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സർവകലാശാലയുമാണ്. അവിടെ VC-ക്ക് കടക്കാൻ ഒക്കുന്നില്ല. VC അങ്ങോട്ട് കയറ്റുകയല്ലെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള നമ്മൾ കണ്ടില്ലേ എന്തെല്ലാം സമരാഭാസങ്ങളാണ് അവിടെ നടന്നത്. അപ്പൊ അന്നവിടെ പ്രഖ്യാപിച്ചു, SFI-യുടെ ഒരു നേതാവ് പ്രഖ്യാപിച്ചു, ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങള് ഈ VC ഇങ്ങോട്ട് കയറ്റുകയില്ല, സർവകലാശാലയ്ക്കകത്ത് കയറ്റുകയില്ല എന്ന് പറഞ്ഞു. വലിയ സമര നാടകങ്ങളാണ് അവിടെ നടന്നത്. പോലീസുമായിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി, CPM-ന്റെ പാർട്ടി സെക്രട്ടറി ME ഗോവിന്ദൻ ആ സമരവേദിയിൽ എത്തുകയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം കുട്ടികളെ അനുനയത്തിൽ ഇളക്കിക്കൊണ്ട് പോരാനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ വ്യാഖ്യാനം അതിനകത്തിൽ വന്നത്. പക്ഷേ നമ്മൾ രാഷ്ട്രീയം നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്ത ഒരു നടപടി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. അവിടെ വെച്ചിട്ട് അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു രാഷ്ട്രീയ സമരം തന്നെയാണെന്നുള്ള സൂചനകളാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വന്നത്. SFI കുട്ടികൾക്ക് ആവേശം കൂടുതലായിട്ട് കത്തിജ്വലിക്കാൻ ഇതിൽ കൂടെ മറ്റതുവല്ലതും വേണം. പണ്ടും അദ്ദേഹം ഇതുപോലെ തന്നെ ചില കുഴപ്പം പിടിച്ച വാചകങ്ങൾ പറഞ്ഞതാണ്.
പാർട്ടി സെക്രട്ടറിയാണ്. എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. നിലമ്പൂരില് ഇലക്ഷൻ കത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു RSS പരാമർശം വന്നത്, RSSുമായിട്ട് സഹകരിച്ചുള്ള പരാമർശം വന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രി തിരുത്തി. ആ സമയത്ത് കൃത്യമായിട്ട് രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രി പരസ്യമായിട്ട് വന്ന് പറഞ്ഞില്ല, ഒരു പരസ്യ ശാസന തന്നെ പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുകയാണ്. അത് നമ്മൾ ഇന്നുവരെ കണ്ടു കേട്ടിട്ടില്ലാത്തൊരു ചരിത്രമായിരുന്നു CPM-ല്. അങ്ങനെയുള്ളത് കൊണ്ടും പാർട്ടി സെക്രട്ടറി തീരുന്നില്ല എന്നുള്ളതാണ്, അവിടെയുള്ള നടപടികൾ തീരുന്നില്ല. രണ്ടാമത് യൂണിവേഴ്സിറ്റി വിഷയത്തില് ഇപ്പൊ എന്താണ് അദ്ദേഹം വന്ന ശേഷം അവിടെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ളാം, വളരെ പെട്ടെന്ന് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ബിന്ദു ഉടൻ തന്നെ VC-യെ ചെന്ന് കാണുന്നു, VC-യുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പൊ കേൾക്കുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അവിടെ വലിയ വിഷയമായിരുന്നില്ല, രാജ്ഭവനിലേക്ക് അങ്ങോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പരസ്യമായ സമരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ അതെല്ലാം മാറി മറിയുകയാണ്, ചിത്രം മൊത്തം മാറി മറിയുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാകാൻ പോകുന്നതാണ് പറയുന്നത്. അതിന് വേറൊരു വ്യാഖ്യാനം വരുന്നുണ്ട്, അത് മറ്റേ രാഷ്ട്രീയ എതിരാളികൾ മറ്റൊരു തരത്തിൽ അതിനെയൊക്കെ വ്യാഖ്യാനിച്ചെടുക്കുന്നുണ്ട്. അത് അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതായിരിക്കും കേരള പൊളിറ്റിക്സ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം, അദ്ദേഹം കേരളത്തിൽ വന്ന ശേഷം അവർ ഇന്ത്യ മുന്നണിയാണെന്ന് പോലും മറന്നുകൊണ്ടാണ് CPM-നെ അദ്ദേഹം ആക്രമിച്ചത്. കോൺഗ്രസിന്റെ നേതാവ്, പരമോന്നത നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന ശേഷം CPM-നെ പരസ്യമായിട്ട് അവർക്കെതിരെ ഉള്ള രാഷ്ട്രീയ നിലപാടെടുത്തത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നെക്സസ് ഒക്കെ വളർന്നു വരുമോ എന്നൊക്കെ ചില സംശയങ്ങളുമുണ്ട്. എന്തായാലും കൊള്ളാം, മുമ്പേ നീതു സൂചിപ്പിച്ചതുപോലെ 3 വനിതാ മന്ത്രിമാര്, 3 പേരും മോശക്കാരല്ല. 3 പേരും ഓരോ തരത്തിലുള്ള ഡാമേജ് ആണ്, വലിയ ദുരന്തമാണ് ഈ സർക്കാരിന് വരുത്തി വെച്ചത്. ഒന്നാമത്തെ ആളിന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവര് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടു പോയി, അല്ലേ? ഒരു സാധു സ്ത്രീയെ ഒരു കെട്ടിടത്തിന്റെ അടിയിൽ മറിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടിട്ട് അതിനകത്തിനടിയിൽ ആളുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു പോയി. അവസാനം സിസ്റ്റത്തിനെ പരാജയമാണെന്ന് പറഞ്ഞു പോയി. അതിനു മുമ്പ് ഡോക്ടർ ഹാരിസ് എന്നൊരു ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സർജനാണ്. അദ്ദേഹം ചില വിലാപങ്ങളൊക്കെ നടത്തി. ഇപ്പൊ ഇതിനൊക്കെ അവർ അന്ന് പറഞ്ഞ കാര്യം ഇതെല്ലാം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, ഞാൻ ഈ സിസ്റ്റം വഴി ഇതെല്ലാം പെട്ടെന്ന് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു. ഇതിനെല്ലാം അടിയന്തര നടപടികൾ, ഇതൊക്കെ ചിലത് പണ്ട് പറയുന്നത് ഒറ്റപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ എന്ത് നടപടി ഉണ്ടായെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. ഈ 2 ആഴ്ചയായിട്ടും ഈ 2 വിഷയങ്ങളിൽ എന്ത് നടപടി ഉണ്ടായി, ആർക്കെതിരെയൊക്കെ നടപടികൾ വരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ വരുത്തി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. മറ്റേയാളാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ടീം പരീക്ഷ, കുട്ടികളുടെ ആയിരക്കണക്കിന് കുട്ടികളെ, 10,000-കണക്കിന് കുട്ടികളുടെ ഭാവി പന്താടിച്ചു കളഞ്ഞതാണ്, അല്ലേ? ആവശ്യമില്ലാതെ ഒരു ലാസ്റ്റ് മിനിറ്റ് മാറ്റം വരുത്തിക്കൊണ്ട് കുട്ടികളുടെ പരീക്ഷാ ഫലത്തിൽ വന്ന മാറ്റങ്ങൾ നോക്കി. അവരിപ്പോ സുപ്രീം കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. മന്ത്രിക്കൊരു കുലുക്കവുമില്ല, സിസ്റ്റം ഇങ്ങനെ തന്നെ പോകുമെന്നാണ് അവരും പറയുന്നത്. ഇത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനം ആണെന്നാണ് അവർ പറയുന്നത്, അവരുടേതായ മറ്റൊരു വശം. മൂന്നാമത്തെ മന്ത്രി ചിഞ്ചുറാണി, മൂന്നാമത്തെ വനിത വളരെ ചിഞ്ചുറാണി, അത് CPI-യുടെ മന്ത്രിയാണ്. അവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയാണ്. ഇതുവരെ അങ്ങനെ വലിയ ശബ്ദങ്ങളൊന്നും അവരെ കേട്ടിട്ടില്ല, വിവാദങ്ങളിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും അവര് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ഒരു സ്കൂൾ കുട്ടി മരിച്ച ദുരന്ത സംഭവത്തിൽ ഉണ്ടായ അവരുടെ ഒരു പ്രതികരണം നമ്മൾ വന്ന് കേട്ടതില്ലേ? അവരതിനെ ന്യായീകരിക്കുകയാണ്. ഏതാണ്ട് ഒരു നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു ന്യായീകരണം പോലെയാണ് തോന്നുന്നത്. കുട്ടി അങ്ങനെ കയറുന്നതായിരുന്നു, അല്ലെങ്കിൽ അധ്യാപകരും മറ്റു ആളുകളും ഒക്കെ എന്ത് ചെയ്യും എന്നുള്ള മട്ടിലാണ് അവരുടെ ആദ്യത്തെ ന്യായീകരണം വന്നത്. അതിനുശേഷം അവര് നൃത്തം കളിക്കാനും ഒക്കെ പോയി എന്നാണ്. അവിടെ സൂംബ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു പക്ഷേ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആയിരിക്കാം. എന്തായാലും ഉള്ള അത്തരം പരിപാടികളിലേക്ക് അവർ പോയി എന്നാണ് പറഞ്ഞത്. എന്തായാലും പിറ്റേ ദിവസം തിരുത്തി. അപ്പൊ ഈ 3 വനിതാ മന്ത്രിമാർ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെക്കാട്ടിൽ മുമ്പേ കേരളം ഭരിച്ച വനിതാ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ എല്ലാമായിരുന്ന, കേരളത്തിനെ കേരളമാക്കി വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പെട്ട മന്ത്രിമാരുണ്ട്. KR ഗൗരിയമ്മ ഒരു നല്ല ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ അവരുടെയൊക്കെ കാലത്തെ ഭരണത്തെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരൊക്കെ ഒരു വിഷയം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളെങ്കിലും എടുത്ത് വായിച്ച ശേഷം, ഇത്തരം കാര്യങ്ങളിൽ പഠിച്ച ശേഷം വേണം നിങ്ങൾ പ്രതികരിക്കാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ CPI മന്ത്രിയിലെ ഏറ്റവും പ്രശസ്തനായ E. ചന്ദ്രശേഖരൻ നായർ,
EC നായർ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ചന്ദ്രശേഖരൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു. എന്തൊരു മോഡലായിരുന്നു, എന്തൊരു മാതൃകാ ഭരണാധികാരിയായിരുന്നു എന്നറിയാം അവരൊക്കെ. അപ്പൊ CPI മന്ത്രിമാര്, അവർക്കും ചെഞ്ചുറാണിയെ പോലെയുള്ള മന്ത്രിമാര് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഏകപക്ഷീയമായിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളൊരു സാമാന്യ രീതി ഇവരെയെങ്കിലും കണ്ട്, നിങ്ങളുടെ മുൻ തലമുറയെ കണ്ട് പഠിക്കണമെന്നാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ആ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്? ആ ചെറിയ കുട്ടി മരിച്ച സംഭവത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? എന്താണ് അദ്ദേഹം ഇപ്പൊ ചെയ്തിരിക്കുന്നത്? അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അവരെന്ത് പഴിച്ചു? അവർക്ക് ഉത്തരവാദിത്തമില്ലെന്നല്ല പറയുന്നത്, അവരെന്ത് പഴിച്ചു? അവരും അവിടെ വരുന്ന അധ്യാപകർ, ഒരു സാധാരണ സ്കൂളാണ്, ഒരു എയ്ഡഡ് സ്കൂളാണ്, അതിന്റെ ഭരണം നമുക്കറിയാം ആർക്കാണ് അവിടെ ഭരണം നടത്തുന്നത് എന്നുള്ളത്. CPM-ന്റെ ഭരണസമിതിയാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണ് ചുമതല, അവിടുത്തെ മാനേജർക്കാണ് അതിന്റെ ചുമതലയുള്ളത്. മാനേജർക്ക് യാതൊരു കുഴപ്പവുമില്ല. അതേപോലെ തന്നെ ഇതിന് സാങ്ഷൻ കൊടുത്ത, ഇതെങ്ങനെയാണ് അവിടെ ഒരു സൈക്കിൾ ഷെഡ് പണിഞ്ഞത്? അതിനാരാണ് അനുമതി കൊടുത്തത്? ഇത്രയും വലിയ ഒരു വൈദ്യുതി ലൈൻ കമ്പിക്ക് താഴെയായിട്ട് ഇത്രയും പൊക്കത്തില് ഇതൊക്കെ പണിഞ്ഞു കൂട്ടിയത് ആരാണ്? അപ്പൊ വൈദ്യുതി വകുപ്പിന് ഉത്തരവാദിത്തമൊന്നുമില്ലേ? അല്ലെങ്കിൽ ഇതിന് ഫിറ്റ്നസ് കൊടുത്തിരിക്കുന്ന, ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ, എല്ലാ വർഷവും സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അത് കൊടുത്തിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനത്തിനൊന്നും ഉത്തരവാദിത്തമില്ലേ? ഒന്നുമില്ലാതെ നോക്കിയിട്ട്, അപ്പൊ അവർക്ക് എളുപ്പം അതാണ്. നമ്മൾ പണ്ട് പറയത്തിലൊരു നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, വള്ളത്തിന് ഭാരം വരികയാണെങ്കിൽ വല്യമ്മ എടുത്ത് വെള്ളത്തിൽ കളയാമെന്ന് എന്ന് പറഞ്ഞതുപോലെ ആദ്യം എളുപ്പം അതാണ്. കാരണം അവരെ അഡ്മിനിസ്ട്രേഷനെ സസ്പെൻഡ് ചെയ്തേക്കാമെങ്കിൽ പെട്ടെന്ന് ജനരോഷം അങ്ങ് തീരും. മറ്റേത് പാർട്ടിക്കാരാണ്, പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്, ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ്, സഹാക്കൾ ചേർന്നിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പൊ അവർക്കെതിരെ നടപടിക്ക് പോയി കഴിഞ്ഞാല് പിന്നെ അതൊന്നും കാര്യം കൈ നിൽക്കത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിൽ നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ സ്കൂൾ സമയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല. ആദ്യം അദ്ദേഹം വളരെ വാശിയോടുകൂടി പറഞ്ഞ് സ്കൂൾ സമയം ഒന്നും മാറ്റത്തില്ല, മദ്രസ പഠനത്തിന് വേണ്ടി മാറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ഇപ്പൊ മുന്നോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ചർച്ച നടത്താം, ചർച്ച വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അത്തരം കാര്യങ്ങൾ ഒരു അയഞ്ഞ നിലപാടിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, കഴിഞ്ഞ എത്ര ദിവസമായിട്ട്, കഴിഞ്ഞ ഒരു 1.5 മാസം, അല്ലെങ്കിൽ സ്കൂൾ തുറന്നതിന് ശേഷം എത്ര ദിവസം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിത്തം നടന്നിട്ടുണ്ട്? എത്ര വിദ്യാഭ്യാസ ബന്ദ് നടന്നിട്ടുണ്ട് ഇവിടെ? ആഴ്ചയിൽ 1ഉം 2ഉം വിദ്യാഭ്യാസ ബന്ധുകൾ വീതം അങ്ങ് പ്രഖ്യാപിക്കപ്പെടുകയാണ്. മന്ത്രി എന്താണ് തുടക്ക സമയത്ത് പറഞ്ഞത്? 200-220 അധ്യയന വർഷങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞതാണ്. അവിടെയാണ് ഈ സമര കോലാഹലങ്ങളും നടക്കുന്നത്. പിന്നെ മറ്റൊരു മന്ത്രിയാണ് ശശീന്ദ്രൻ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുക, തിരുത്തുക, പന്നിക്കണി വെച്ചത് അങ്ങനെ അതുകൊണ്ടാണ് UDF-കാര് വെച്ചതാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു. അപ്പൊ അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ബോധം നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞില്ലേ, രാഷ്ട്രീയ ബോധം എങ്ങോട്ടൊക്കെയാണ് ഇവരെ കൊണ്ടുപോകുന്നത് നമുക്കും പറയാനൊക്കെ ഒന്നില്ല. പിന്നെ മറ്റൊരു മന്ത്രിയാണ് ആരോഗ്യത്തിന്റെ വിഷയം, ആരോഗ്യവകുപ്പിന്റെ വിഷയം വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ സർക്കാർ ആശുപത്രിയിലൊന്നും ചികിത്സയ്ക്ക് പോകത്തില്ല, ഞാൻ സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത്. പണ്ടും വിവാദം ഉണ്ടാക്കിയ മന്ത്രിമാരാണ്. അപ്പൊ ഇങ്ങനെ 5-6 മന്ത്രിമാരെ അങ്ങനെ മത്സരിക്കുകയാണ്. സർക്കാരിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം, അവമാനപ്പെടുത്താം എന്നുള്ളതിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണ്. അതിൽ 3 വനിതാ മന്ത്രിമാര് ആരും എടുക്കരെന്നുള്ള മട്ടിൽ പോവുകയാണ്. ഈ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇവിടെ എത്തിയ ശേഷം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ആടി ഉറഞ്ഞേനും ശരിക്കും മുങ്ങിപ്പോവല്ല. അവര് തന്നെയാണ് പണ്ട് നിയമസഭയിൽ പറഞ്ഞതിന് കപ്പിത്താനുണ്ട് എന്ന്. അതിപ്പോ ബോധ്യമായിട്ടുണ്ട്, എല്ലാ മന്ത്രിമാർക്കും ബോധ്യമായിട്ടുണ്ട്, ഒരു കപ്പിത്താനുണ്ട്. അപ്പൊ ഇതിനെ സംവിധാനത്തെ എന്തായാലും ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നതിനും ഇന്നും CPM-ൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവായിട്ട് അദ്ദേഹത്തിന് നിലനിൽക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ എന്ന മുഖ്യമന്ത്രിയുടെ മിടുക്ക് തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും കേരളത്തിലെ 3 മന്ത്രിമാർ, 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ കൊണ്ട് സർക്കാർ ഏറെ തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യസമയത്താണ് അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഉടൻ തന്നെ മുഖ്യമന്ത്രി അതിശക്തമായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടു. പാർട്ടിയെ, സർക്കാരിനെയൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന മറ്റ് സംഭവങ്ങളിലൊക്കെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ സമവായത്തിന്റെ പാതയിലൂടെ നടക്കാം എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൊണ്ടുചെന്നെത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കകത്തു നിന്നും അദ്ദേഹത്തിനെ കപ്പിത്താൻ എന്ന് പലരും വിളിക്കുന്നത് പോലും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.